അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പം നമ്മളൊന്ന് വന്നത് കണ്ടോ, നമ്മളെ തക്കാളി തൈയിലെ തക്കാളികൾ ഇതാ കണ്ടോ, നിറയെ കായ്ച്ച എടുക്കുന്ന കാണിക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് കണ്ടില്ലേ, പക്ഷെ ഇത് വലിപ്പക്കുറവുണ്ട് കേട്ടോ തക്കാളിക്ക്. ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ ഇത് കണ്ടില്ലേ, മാൻഡവില്ലൻ്റെ ചെടിച്ചട്ടിയിൽ ഒരു തക്കാളി തൈ ഉണ്ടായപ്പോൾ നമ്മളത് പൊരിച്ച് പോക്കാണ്ട് അതിൽ തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലാണ് കായ് ഉണ്ടായത്, ഇത്രയും കായ്കൾ ഉണ്ടായത് കേട്ടോ. പിന്നെ അതുപോലെ ഇത് നമ്മളെ ചൈനീസ് കറിവേപ്പാണ്. ചൈനീസ് കറിവേപ്പ് പൂത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ കറിവേപ്പ് ഉണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആട്ടുകാഷ്ടത്തിൻ്റെ പൊടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ തൈ നല്ല ഉഷാറായിട്ട് ഉണ്ടായി കിട്ടും. നമ്മൾ ചെടിച്ചട്ടിയിൽ സൈഡ് ഇളക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ പൂവ് ഞാൻ പൊട്ടിക്കുന്നില്ല. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിത്തുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് തൈകൾ, ഈ ചൈനീസ് കറിവേപ്പിന് തൈകൾ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ വിത്തുകളിൽ നിന്ന് പൂക്കൾ വിരിഞ്ഞ് വിത്തുകളായാൽ നമുക്ക് തൈകളാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് നമ്മൾ എന്താ പറയുക, ഇത് ഒടിച്ചു കഴിഞ്ഞാൽ നല്ലോണം പൊട്ടിത്തേർത്ത് ഒന്നായിട്ടുണ്ടാവും. അത് പോക്കാണ്ട് വെച്ച് അതുപോലെ ഇത് നമ്മൾ എന്താ പറയുക, ലെയർ ചെയ്യാൻ വെച്ചതാട്ടോ. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കാനായി കേട്ടോ. ഇനി കട്ട് ചെയ്ത് വേറെ പൊട്ടി മിക്സൊക്കെ റെഡിയാക്കി അതിലേക്ക് വെക്കണം. കണ്ടോ, വേരുകളൊക്കെ നല്ലോണം വേരുകളൊക്കെ വന്ന് ഇനി കട്ട് ചെയ്തെടുക്കാൻ സമയമായി. നമ്മൾ ലെയർ ചെയ്ത് തൈ ആക്കിയെടുത്തൊരു ഇതാണ് കേട്ടോ ഈ കാണുന്നത്. തൈ നല്ല ഹെൽത്തിയായ നല്ല തൈ തന്നെയാണ് കേട്ടോ. ലെയർ ചെയ്തതാണെന്നൊന്നും നമുക്ക് തോന്നില്ല, നല്ല കരുത്തിലുള്ള തൈ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ലെയർ ചെയ്താലും തൈകൾ നല്ല കരുത്തുള്ള തൈ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ലെയറൊക്കെ ചെയ്ത് നോക്കുക, തൈകളൊക്കെ പിടിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.